ഇപ്പോഴും സ്ക്രീനിൽ മറ്റുള്ള ക്യാമറയുടെ മുമ്പിൽ 100 പേര് ഇരിക്കുന്നയാൾ ഒരു നല്ല ക്രൗഡുള്ളൊരു ലൊക്കേഷനിൽ കാറിൽ വന്നിരുന്നാൽ ഇറങ്ങിയാൽ ഇപ്പം ഞാനുണ്ടെന്ന് വിചാരിക്കും, വന്ന് നമ്മളെ കൈ പിടിക്കും. കൈ വിടും, കയ്യൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൗഡിനെ കടന്നു പോകാൻ ഇപ്പോഴും പ്രശ്നമുള്ള ആളാണ്. അയാൾക്കതൊരു, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന എവിടെയാണ് ആ മുറിക്കകത്ത് എത്തുമ്പോഴാണ് ഇയാൾ, മറ്റേയാൾക്ക് ഈ പറയുന്നത് പുരുഷാരം ഇല്ലെങ്കിലാണ് പ്രശ്നം, എന്നാലും ഇല്ലേ. രണ്ടും എനിക്ക് നല്ല ബന്ധങ്ങളുള്ള ആൾക്കാർ. ഇപ്പം ഞങ്ങൾ പ്രാഞ്ചിയിലെ പള്ളി ഷൂട്ട് ചെയ്യുന്ന ഗോവയിൽ, അല്ല ഞാൻ നിരന്തരം ഗോവ യാത്ര നടന്നതാണ്. ഫെസ്റ്റിവൽ മാത്രം അല്ലാതെ എനിക്ക് അവിടെ സുഹൃത്തും കുടുംബവും. നാട്ടുപുറത്തൊരു പള്ളിയാണ്. അവിടെ ഷൂട്ടിന് വേണ്ടി മമ്മൂക്കയായിട്ട് പോയി. വിജനമായ സ്ഥലം, യൂണിറ്റിലല്ലാതെ ആരുമില്ല അവിടെ. ഇവിടെ ഒന്നും മനുഷ്യന്മാരില്ല. ഞാൻ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്, അവർക്ക് നിങ്ങളെ അറിയണ്ടാവില്ല. ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തെന്തോ ഞാൻ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോയപ്പോൾ പുള്ളിയും വന്ന് പുറത്ത് ഞങ്ങളിങ്ങനെ ചേർത്തിരിക്കുക. ഒരു സംഘം ആൾക്കാർ പള്ളിയിൽ എന്തോ ചടങ്ങിന് വന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ വരുന്നുണ്ട്, മലയാളികളുണ്ടാവും. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, മലയാളി ഇല്ലാത്ത എവിടെ. അവർ പള്ളിക്കകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് അവർ തിരിച്ചിറങ്ങി പോകുമ്പോൾ അതിൽ ഒരാൾ വരും. ഞാൻ അതാ പ്രശ്നം പരിഹരിച്ചു, ഒരു മലയാളി നിങ്ങളെ തേടി വരുന്നുണ്ട്. അങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ അയാൾ മമ്മൂക്കയൊന്ന് നോക്കിയിട്ട്, യു ആർ ദ ഡയറക്ടർ? ഞാൻ പറഞ്ഞു യെസ്. ഹൗ ഇസ് യുവർ വില്ലേജ്, ചർച്ച്, യു ലൈക്ഡ്? You know Wendell Rhodes? I mean, of course, he's a designer. I'm a lover of his design. I have 2-3 shirts. Wendell's grandparents lives here. Okay, proceed. Thank you. ഞാൻ മാപ്പിള ഞാനൊന്നും പറഞ്ഞു. പുള്ളി ചിരിക്കാൻ തുടങ്ങി. അതിൻ്റെ രസമാണല്ലേ നമ്മൾ ആരും അറിയാം. ഏറ്റവും സംതൃപ്തി തന്നിട്ടുള്ള സിനിമ എന്ന് പറയാൻ പറ്റും? മുന്നറിയിപ്പാണോ? അങ്ങനെ കുറച്ച് സിനിമകൾ എടുത്താൽ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. സംതൃപ്തിയുള്ളത് എനിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും സംതൃപ്തിയുള്ളത്. എന്നാലും ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സിനിമയൊന്നുമല്ല, കുറേ സിനിമകളുണ്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന് വരുമ്പം സാറിൻ്റെ ഡയലോഗ്സ് അല്ലാതെ ഒരു കണക്ഷൻ, ഒരു ഫീലാണെന്ന് പൊതുവെ ഒരു അഭിപ്രായം. കഴിഞ്ഞ ദിവസം അനൂപ് മേനോൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, രഞ്ജിത്ത് സാർ എഴുതിയ ഡയലോഗ്സ് വല്ലാത്ത ഇതാണ്. നമ്മളിത് പറയുമ്പോഴും അതിങ്ങനെ മാറ്റാനൊന്നും പറ്റൂല. അത് എഴുതിയ സാധനം അങ്ങനെ പറയുക, അത് സ്ക്രീനിൽ കാണുമ്പോഴും അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഈ ഒരു എന്താ പറയുക, പെർഫെക്റ്റ് ലാംഗ്വേജിൽ എഴുതുന്ന സാധനം, ഈ ചന്ദ്രോത്സവം പോലത്തെ സിനിമകളിൽ എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് ഉണ്ട്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതേ ആൾ തന്നെ പ്രാഞ്ചിയേട്ടലിൻ്റെ ഒരു സ്ലാങ്, എന്താ പറയുക, പുത്തൻപടത്തിനകത്തൊരു സ്ലാങ്, ബ്ലാക്കിൽ പോലെ കൊച്ചി സ്ലാങ്, ഈ ഒരു വേരിയേഷൻ എങ്ങനെയാണ് കൊണ്ടിരുന്നത്? സാർ എങ്ങനെ എഴുതുന്നത്? അത് ആ ടെറൈനിൽ നമ്മൾ ഇപ്പോൾ കൊച്ചിയിൽ പോയി കുറേ ദിവസം ജീവിക്കുമ്പോൾ അവിടെ ഏറ്റവും താഴേക്കിടയിൽ ആൾക്കാരോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ഫ്ലേവർ. അല്ലാതെ കൊച്ചി ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് കൊച്ചിയിൽ ജനിച്ചു വളർന്ന ലാലനോട് ഈ കുമ്പാരി എന്നൊക്കെയുള്ള പരിപാടി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുമ്പാരി തെറ്റുണ്ടോ? ഇല്ല, ഞാൻ പോലും അത്ഭുതപ്പെട്ടു. പകൻ കോഴിക്കോട്ടുകാരൻ. ഒരു ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്, അതിൻ്റെ ഒരു പ്രാദേശിക സ്വഭാവത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ. ഇപ്പോൾ തൃശ്ശൂർ സ്ലാങ് എന്ന് പറഞ്ഞിട്ട് പ്രാചീന അങ്ങനെ പ്രകടമായി എന്തുട്ടാ അങ്ങനെയൊന്നും ചിലപ്പോൾ തൃശ്ശൂർകാരെ പറയണമെന്നൊന്നുമില്ല. അത് ഓരോ സന്ദർഭത്തിലാണ് ഓരോ വാക്കുകളും അവർ ഉപയോഗിക്കുന്നത്. പാലയിൽ രാജുവിൻ്റെ നോവലിലുള്ള സംഭാഷണം. പിന്നെ ഞാൻ പേരാമ്പ്രക്കാരനും അവൻ കടിയങ്കോട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ.
അല്ല sir, ഈ ചില സിനിമകളിലൊക്കെ ഒരു നാടകം പോലെ ആയി പോകുന്നൊരു അവസരങ്ങളുണ്ട്. ഡയലോഗ്സ് എഴുതിയാലും അത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കയ്യിൽ നിന്ന് പോകും. മമ്മൂട്ടി എന്നൊരു ആക്ടർ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വേരിയേഷൻ കിട്ടിയിരിക്കുന്നത്. ആള് ഡയലോഗ് പറയുന്നത് കൃത്യമാണ്, എക്സാജറേഷൻ ഇല്ല, അതിന് ഓവറായിട്ടൊന്നും ചെയ്യില്ല. അത് എന്തിനു പറയാറുണ്ടോ സാർ? ഇങ്ങനെ പറയണമെന്ന് പറയാറുണ്ടോ? ഇല്ല, അയാൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ചർച്ചകളിൽ തന്നെ ഇപ്പോൾ സ്ലാങ്ങിൻ്റെ സ്വഭാവം, പിന്നെ ഞാൻ എഴുതിയ ഡയലോഗുകൾ കാണുമ്പോൾ തന്നെ പുള്ളി അത്ര പ്രഥം കിട്ടിയിട്ടില്ല ആരോടെങ്കിലും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പുള്ളി അതിൻ്റെ ഒരു ഹോംവർക്ക് ഉണ്ട് പുള്ളിയിൽ. ആ, പുള്ളിക്ക് കൊടുക്കുന്ന സീനൊക്കെ അത് എന്നെ കൊണ്ട് വായിപ്പിക്കും, അതിൽ തന്നെ പുള്ളിക്ക് കിട്ടും. അപ്പം ലാൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ലാലിൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട തൂവാന തുമ്പിയുള്ള തൃശ്ശൂർ ഭാഷ വളരെ ബോറാണ്. പപ്പേട്ടനും ശ്രമിച്ചിട്ടില്ല, ലാലും ശ്രമിച്ചിട്ടില്ല. അത് തൃശ്ശൂർ സ്ലാങ്ങിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുക ചെയ്തത്. നമുക്കൊരു നാരങ്ങളും കാച്ചാലോ ആ താളത്തിലൊന്നും അല്ല തൃശ്ശൂർക്കാരൻ സംസാരിക്കുക. എന്നാൽ ഇതേ ജയകൃഷ്ണൻ ക്ലാരിയോട് സംസാരിക്കുമ്പോൾ ശുദ്ധ റൊമാൻറ്റിക് പപ്പേട്ടൻ്റെ സാഹിത്യത്തിലാണ് സംസാരിക്കുന്നത്. കക്ഷി ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിൽ ചോദിച്ചില്ല, ഈ മമ്മൂട്ടിക്ക് ഇത് ഒരു ഭയങ്കര എന്താ വെറൈറ്റി ആണല്ലോ വരുന്നത്. അദ്ദേഹം ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇര അല്ലെങ്കിൽ അയാൾ രുചിച്ചാൽ കൊത്തുകയും പിന്നെ അതിനെ എങ്ങനെ ഭംഗിയാക്കി നമ്മളെ അത്ഭുതപ്പെടുത്താമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ലാലല്ല, അതർവൈസ് ലാലിൻ്റെ ബോഡി ലാംഗ്വേജും ലാലിൻ്റെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആക്ടറല്ലേ. അത് ലാൽ വളരെ മുമ്പേ തെളിയിച്ചിട്ടുള്ളതല്ലേ. ഗൾഫിൽ നിന്നും വന്ന് ബസ് വാങ്ങി പൊളിഞ്ഞ ആളായും നമ്മുടെ ഖൂർക്ക വേഷം കിട്ടിയ തൊഴിൽ രഹിത ഇപ്പുറത്ത് രാജാവിൻ്റെ മകനായാലും ഇതൊക്കെ അയാളും പിന്നെ അയാളുടെ ഭാഷയ്ക്ക് അയാളുടെ നേരത്തെ ആളമുണ്ട്. അത് ഞാനും തമ്മിൽ വളരെ മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് വേറെ ചിലരോട് പറയുന്നത്. ഞാൻ എഴുതുന്നൊരു മീറ്റർ ലാലിന് രഞ്ജിയൊക്കെ പലയിടത്തും പറയാം, കൃത്യമായിട്ട് ലാലിനത് കിട്ടുന്നു. സോറി, ആൽഫ എന്നല്ല, അല്ലാതെ ഇപ്പോൾ സ്പിരിറ്റിൽ എന്താണ് ആൽഫ മെയിൽ? നിങ്ങൾ എന്താണ് അതിന് മറക്കുന്നത് ബോധപൂർവം? ആ സിനിമ തുടങ്ങുന്നത്, ഹലോ, ഇയാൾ ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി പരാജയവുമാണെന്ന് അയാളുടെ എക്സ് വൈഫ് പറയുന്നിടത്താണ് ആ സിനിമ തുടങ്ങുന്നത്. അങ്ങനൊരു സിനിമ മലയാളത്തിൽ തുടങ്ങിയിട്ടില്ല. എല്ലാവരോടും പുച്ഛം. ഇംഗ്ലീഷിലൊരു നോവൽ എഴുതുന്നുണ്ടെന്ന് പറയുന്നു, അത് എഴുതുകയില്ല, പൂർത്തിയാക്കുകയില്ല. അങ്ങനെയാണ് ഒരു ഹീറോയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കാണാൻ തയ്യാറേയില്ല. ഇപ്പോഴും എനിക്കറിയില്ല, ഒറ്റപ്പാലത്തങ്ങാണ്ട് വണ്ടി പിടിച്ച് നിൽക്കുകയാണ് ആൾക്കാർ രഞ്ജിത്തിൻ്റെ സിനിമകളെന്നും പറഞ്ഞു. അതാ സെൻ ഇയാൾ പറഞ്ഞില്ലേ, നീ ഇപ്പോഴും അവളെ ഞാനത് പുഴക്കാരെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ. ആ, നേരത്തെ പറഞ്ഞതില്ല, അതായത് അങ്കിളിനെ പറഞ്ഞു എനിക്ക് എന്താ സിനിമ ചെയ്യണമെന്ന് തോന്നുമ്പോൾ സിനിമ ചെയ്യുന്നു, കാശിന് ആവശ്യം വരുമ്പോൾ ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്നത് പോലെ താങ്കളാണ് ഫിലിം മേക്കർ, ഞാൻ അല്ലാതെ കൂട്ടുകൂടെ ചോദിക്കുന്നത്. അത്ര നിസ്സാരമാണോ, അത്ര എളുപ്പമാണോ? ഇതൊരു പ്രോഡക്റ്റാണ്, പക്ഷെ അതിനൊപ്പം ഇതൊരു ക്രിയേറ്റീവായ പ്രോഡക്റ്റ് അല്ലേ, ഇതിലൊരു സർഗാത്മകതയുണ്ട്. അപ്പോൾ അത്രയും എന്താ നിസ്സാരമായിട്ട് എനിക്ക് ആവശ്യം വന്നു അതുകൊണ്ട് ചെയ്യുന്നു എന്ന മട്ടിൽ ഇതിനെ കാണാനാകും. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ ആ അർത്ഥത്തിൽ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ മമ്മൂട്ടിയും ഖുഷ്ബുവിനെയും വിളിച്ച് കയ്യൊപ്പ് ചെയ്യും ഈ പറയുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ പ്രൊഡക്ഷനാണ്. എനിക്കാരും റെമ്യൂണറേഷൻ തരാനില്ല. മമ്മൂട്ടി ആ സിനിമയിൽ റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ, സർഗാത്മകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. സർഗാത്മകതയുടെ ഭാഗം തന്നെയാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പ്. ഞാൻ എന്തുകൊണ്ട് കുറച്ചായിട്ട് സിനിമ ചെയ്യുന്നില്ല? എനിക്ക് ഈ വിഷയം സിനിമയാക്കിയേ പറ്റുള്ളൂ എന്ന് അതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഞാൻ സിനിമ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഇതിങ്ങനെ ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ട് എല്ലാ മാസവും സിനിമ അങ്ങനെയില്ല എന്നേ പറഞ്ഞല്ലോ. അതാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ കഴിഞ്ഞ 3 മാസമായി സിനിമ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 3 വർഷമായി എന്നാരും ചോദിക്കാനില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡയറക്ടർ എന്നല്ലേ? അതെ.